ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം കോമഡിയാന്ന് ഇന്നലെ അവരെ നടത്തിയ പത്രസമ്മേളനത്തോടു കൂടി തെളിവായി. രാഹുൽ ഗാന്ധിനെ എന്തോ അട്ടിമറിക്കാനെന്ന രീതിയിൽ വന്ന് ആകെ മൂഞ്ചി പണ്ടാരടങ്ങിപ്പോയി. ശരിക്കു പറഞ്ഞാല് രാഷ്ട്രീയ പ്രസംഗമായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. അതായത് നമ്മൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം കിട്ടില്ലേ, സെയിം അമിത്ഷാലും നടത്തുന്ന പോലത്തെ ഒരു പ്രസംഗം. രാഹുൽ ഗാന്ധിനെ ആക്ഷേപിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിനെ എന്തോ അട്ടിമറിച്ച് കളിയെന്നും പറഞ്ഞ് വന്നിട്ട് ഇമാതിരി പൊട്ടത്തരം സംഘികക്കല്ലാണ്ട് പറയാൻ കഴിയില്ല. ശരിക്കു പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏകദേശം അതേ ലെവലിലാ പോകുന്നത് നമുക്കെല്ലാം അറിയാലോ. ഇന്നലെ പറഞ്ഞ പൊട്ടത്തരം തെച്ചും കുറെ സംഘി ഗ്രൂപ്പുകൾ എന്തോ മാസ് ഡയലോഗാന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി അങ്ങ് വീണ് പണ്ടാരടിക്കുന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ മാസ് അടിച്ചു വിടുന്നുണ്ട്. വിവരവും ബുദ്ധിയും ബോധമുള്ള ഒരുത്തനും ചാണകങ്ങളായി ബാക്കിയില്ല എന്നുള്ളത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അമ്മാതിരി പൊട്ടത്തരം വെച്ചവടി സ്വന്തം കുട്ടിക്ക് കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ ഇന്നലെ കണ്ടത്. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജിമ്മി ജെയിംസ് ഇരുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഊക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ജിമ്മി, വ്യക്തത വരുത്തിയോ എന്തെങ്കിലും? ഈ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞായറാഴ്ച തന്നെ ഒരു വാർത്താ സമ്മേളനം, സാധാരണ ഞായറാഴ്ച സർക്കാർ ഓഫീസുകൾ ചലിക്കാത്ത ഒരു നാട്ടിൽ ഞായറാഴ്ച തന്നെ വ്യക്തത വരുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതിന്റെ ആ മഹാമനസ്കതയെ നമിച്ചുകൊണ്ട് വേണം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തത വരുത്തിയ വാർത്താ സമ്മേളനത്തെ അനുസ്മരിക്കാൻ. എറണാകുളത്തെ മുൻ കളക്ടറായിരുന്നു ഈ ഗണേഷ് കുമാർ. അപ്പോൾ മലയാളവും അത്യാവശ്യമൊക്കെ മനസ്സിലാവും, ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. പക്ഷേ ഈ വാർത്താ സമ്മേളനം ഹിന്ദിയിലായിരുന്നു എന്നുള്ളത് കൂടി ഇന്ത്യയുടെ ഈ താഴെ കിടക്കുന്ന മനുഷ്യരായി നമ്മൾ ഓർക്കണം. പരിപൂർണമായും ഹിന്ദിയിൽ എന്നൊരു വാർത്താ സമ്മേളനം. ഇംഗ്ലീഷ് നമ്മുടെ ഒഫീഷ്യൽ ഭാഷയായിട്ട് പോലും ഹിന്ദിയിലാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് കൂടി ഒരു കുറ്റമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ എനിക്ക് ഓർമ്മ വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പ്രസംഗം. CCTV ദൃശ്യങ്ങൾ നമ്മുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ പെൺമക്കളുടെ CCTV ദൃശ്യങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണോ പറയുന്നത്? മാ ബഹനോം കി മംഗലസൂത്ര ഛീൻ ലേംഗെ വോ ലോഗ് എന്ന മോദിയുടെ പ്രസംഗം ഓർമ്മയില്ലേ? എനിക്ക് കൃത്യം അതാണ് ഓർമ്മ വന്നത്. മോദിയുടെ കഴിഞ്ഞ ഛീൻ ലേംഗെ വോ ലോഗ് എന്ന് പറഞ്ഞ മോദിയുടെ രാഷ്ട്രീയ പ്രസംഗം എനിക്ക് ഓർമ്മ വന്നത്. അമ്മ പെങ്ങന്മാരെ എടുത്തു വെച്ചിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്ന മോദിയുടെ അതേ ലൈനിൽ നമ്മുടെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാർക്കെതിരെ നിറയൊഴിച്ചാൽ ഞങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രശ്നം ആരാ? വോട്ടർമാർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. ഒന്ന്, അമ്മ പെങ്ങന്മാരുടെ CCTV ചോദിച്ചു രാഹുൽ ഗാന്ധി. രണ്ട്, ഇന്ത്യയിലെ വോട്ടർമാർക്കെതിരെ രാഹുൽ ഗാന്ധി എന്തോ വലിയ കുഴപ്പങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് 90 കോടി വോട്ടർമാർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഗണേഷ് കുമാറും സംഘവും എന്ന് പറഞ്ഞത്. നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ സ്പീച്ച് ഇന്ന് അദ്ദേഹം നടത്തി. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചെന്ന് പറയണം. കാരണം സൂര്യൻ എന്തൊക്കെ പറഞ്ഞാലും സത്യം അവസാനിക്കുന്നില്ല. സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കും, ഒരിക്കലും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടുകയാണ്. എനിക്കിതിനകത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കിക്കളഞ്ഞ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർമാർക്കെല്ലാം എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്താ ഈ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തണമോ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. ഒരു ചോദ്യത്തിന് മറുചോദ്യമായി ആര് പറഞ്ഞു? രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഒരു വീട്ടിൽ 880, 800, 80, 70 ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയി നിങ്ങളുടെ ആളുകൾക്ക് പരിശോധിക്കാമല്ലോ. 10 ലക്ഷം വീഡിയോമാരുണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ വലിയ സംവിധാനമുണ്ടല്ലോ, അതുപോയി ആദ്യം പരിശോധിക്കൂ, എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കൂ. ഇതല്ലേ സാർ ഒരു ലളിത യുക്തി? പക്ഷേ അതല്ല. രാഷ്ട്രീയ പ്രസംഗത്തിൽ തിരിച്ച് ഉത്തരവില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. കേൾക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ, ഞങ്ങൾ എന്താ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ? പിന്നെ അടുത്തത്, വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്. ഇനിയിപ്പോൾ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. രാഹുൽ ഗാന്ധി നല്ല വിശദമായി പൊളിച്ചടിക്കുക 1 മണിക്കൂർ 1.5 മണിക്കൂർ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ പിഴവില്ല എന്നെങ്ങാനും ഗണേഷ് കുമാർ സംസാരിച്ചാൽ വട്ടാണെന്ന് ജനങ്ങൾ പറയും. അതുകൊണ്ട് പറയുകയാണ് വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്, പക്ഷേ ഇവരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്നതിന് തെളിവില്ല. അത് ശരി, അത് ആരെ കണ്ടുപിടിക്കണ്ടേ? അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതും നമ്മുടെ പണിയാണ്, രാഹുൽ ഗാന്ധിയുടെ പണിയാണ്. അപ്പോൾ ഒരു സംശയം തിരിച്ചു ചോദിക്കാമല്ലോ. ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ പിഴവുള്ള ആളുകൾ അവരവിടെ വോട്ട് ചെയ്തോ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ശകുൻ റാണി 2 ഇടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം പരിശോധിക്കാമല്ലോ. അതെന്താ പരിശോധിക്കണ്ടേ? നിങ്ങൾ പരിശോധിച്ചാൽ പരിശോധനയാവില്ലേ? അതോ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ പരിശോധിച്ചാലേ ആവുകയുള്ളൂ? അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, 1 ലക്ഷം പേർക്ക് ഞങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്ന അസാധ്യമാണെന്ന് പറയുന്ന നുണ. 2, വോട്ടർ പട്ടിക കളവാണ്, പക്ഷേ വോട്ടർ പട്ടികയിലെ ഈ കളവനുസരിച്ച് വോട്ട് നടന്നു എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് തെളിവില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ബാംഗ്ലൂരിലൊക്കെ ഇരുന്ന് PDF ഡോക്യുമെന്റ് ഉണ്ടാക്കി കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഞങ്ങൾ വോട്ടർമാർക്കൊപ്പമാണ്. അങ്ങനെ 2 കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത് പൊളിയുകയാണ്. മൂന്നാമത്തേത്, ഈ മെഷീൻ റീഡബിൾ ഡോക്യുമെന്റ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വിശദമായി പലരും ചോദിച്ചു. അപ്പോൾ തിരിച്ചു പറഞ്ഞ മറുപടി, അതെങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യും, അപ്പോൾ തരാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഡേറ്റ ഏത് ഡേറ്റയുടെ കാര്യമാണ് ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിങ്ങളുടെ വോട്ടർ പട്ടികയുടെ ഒരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു പകർപ്പ് ചോദിക്കുന്നു. അതൊരു പെൻഡ്രൈവിൽ ഞാനിങ്ങനെ വാങ്ങിക്കുന്നു, എന്നിട്ട് ഞാൻ പരിശോധിക്കുകയാണ്. ഞാൻ ഇവിടെ പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇരിക്കുന്ന ഡേറ്റ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ഗണേഷ് കുമാറിന് വട്ടാണോ, അതോ വിഡ്ഢിയാണോ, അതോ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണോ? ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് കോടതി എനിക്ക് തന്നാൽ കോടതിയിൽ ഇരിക്കുന്ന ഉത്തരവിൻ്റെ ഒറിജിനൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഭരണഘടനയുടെ ഒരു പതിപ്പ് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഭരണഘടന കറക്റ്റായി പോകുമോ? വിവരക്കേടും മണ്ടത്തരവും അതോടൊപ്പം കുറച്ച് രാഷ്ട്രീയ നമ്പറുകൾ വിട്ടുള്ള വാർത്താ സമ്മേളനത്തിലെ 3ാമത്തെ മണ്ടത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയിൽ എന്തോ വലിയ ക്രമക്കേട് വരുമത്രേ.
ഇനി ഈ CCTV കാര്യത്തിൽ വളരെ രസകരമായ കാര്യം, ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കക്ഷി 2025 ജനുവരിയിൽ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഈ CCTV ദൃശ്യങ്ങൾ ഇവർ പരിശോധിക്കാൻ തുടങ്ങിയാൽ 360 വർഷമെടുക്കും ഇവർ പരിശോധിച്ച് തീർക്കാൻ. അപ്പോൾ ഇവർക്ക് ഇത് എന്തിന്റെ ആവശ്യം? ഇപ്പൊ ഇന്ന് ഇദ്ദേഹം പറയുന്നു പെൺമക്കളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും CCTV കൊടുക്കില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യത്തെ 45 ദിവസമാണെങ്കിൽ കൊടുക്കാം എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് സാർ, അത് മറന്നുപോയോ? എന്നിട്ട് പറയുകയാണ് 45 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ കത്തിച്ചു കളഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിലെ ഒരു നിയമത്തിലും CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിഞ്ഞാൽ കത്തിച്ച് കളയണമെന്നില്ല. അങ്ങനെ ഓരോരുത്തരും എഴുതിയിട്ടില്ല. ആകെയുള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനും പരാതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പരാതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുകയാണ് 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കഴിഞ്ഞ വർഷം രേഖകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു രേഖ ഇറക്കിയത് എന്നതും ഈ തരുണത്തിൽ ആരും മറന്നു പോകരുത്. അപ്പോൾ CCTV ദൃശ്യങ്ങളിലെ ഒരു കത്തിച്ച് കളയാനുള്ള ഒരു വ്യഗ്രത അതിഭീകരമാണ്. 2019 ഒരു പ്രത്യേക കോടതി ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് സീക്രസിയാണ്, അതുകൊണ്ടാണ് വോട്ടർമാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വിശദമായി കൊടുക്കാത്തതെന്ന് കൂടി പറഞ്ഞു ഗണേഷ് കുമാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, 2 തവണ ഈ രീതിയിൽ കോടതി ഉത്തരവിന്റെ മറവിലും മറ്റൊരിക്കൽ സർക്കാർ ഉത്തരവിന്റെ പേരിലും CCTV ദൃശ്യങ്ങളും മറ്റ് പുതിയ തരത്തിലുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ചയുണ്ടായ തെളിവുകളും കൊടുക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കേസിൽ CCTV ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ കാര്യമേ അതിനകത്ത് പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് നിയമത്തിനകത്ത് എന്താണോ ചട്ടത്തിൽ പറയുന്നത് അത് കൊടുക്കണം എന്നാണ്. അതിനകത്ത് CCTV ഇല്ല. കാരണം ചട്ടം എഴുതി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ മുമ്പാണ്, CCTV ഒക്കെ പിന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്ന് മാത്രമല്ല, 2024 ഡിസംബർ 21 ചട്ടങ്ങളിൽ ഒരു ഭേദഗതി വരുത്തി. CCTV ഫുട്ടേജ്, വെബ്കാസ്റ്റിംഗ് ക്ലിപ്പ് ആസ് വെൽ ആസ് വീഡിയോ റെക്കോർഡിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ്, അത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിയമ ഭേദഗതി വരുത്തി. ഏത് ഭേദഗതി? റൂൾ 93 ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഓൾ ദ ഡോക്യുമെന്റ്സ് എന്നുള്ള സാധനം, ഡോക്യുമെന്റ്സ് എന്താണെന്നുള്ള തർക്കം വന്നപ്പോൾ ഒരു കോടതി CCTV ദൃശ്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭേദഗതി വരുത്തിയാണ് ഓൾ ഡോക്യുമെന്റ്സിൽ ഇതൊന്നും ഉൾപ്പെടില്ല. CCTVയെ പേടിക്കുന്ന മനുഷ്യരെല്ലാം ഒന്നെങ്കിൽ കള്ളന്മാരാണ്, അല്ലെങ്കിൽ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ കാര്യം മറക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു നമ്പർ ഇന്ന് അവിടെ ഇറക്കിയത്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആളുകൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും പരാതി ഉണ്ടല്ലോ, ശരി, അതുകൊണ്ടാണ് ഞങ്ങൾ ബീഹാറിൽ സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവരുന്നത്. സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഇതാ പരിഹാരം, ഇനി 15 ദിവസം കൂടെ ഉണ്ട്, നിങ്ങൾ മറുപടി കൊടുത്തോളൂ. അപ്പോൾ ചില മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭയങ്കര മഴയുള്ള സമയമാണ് ബീഹാറിൽ, ഈ സമയത്ത് തന്നെ ഇത് നടത്തണം എന്ന് നിർബന്ധമുണ്ടോ? മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. 2023, 2004, 2005 കാലത്താണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അന്ന് 2005 2 സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും സ്പെഷ്യൽ ഇന്റൻസ് ഡ്രൈവ് വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു. അത് മഹാരാഷ്ട്രയിലും അരുണാചലിലുമാണ് 2005. എന്താ കാരണം? ആ വർഷം അവിടെ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വർഷം അവിടെ സ്പെഷ്യൽ ഇന്റൻസീവ് ഡ്രൈവ് നടന്നില്ല. ഇതിന് താങ്കൾക്ക് എന്താ മറുപടി എന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. 2003 ഇതിനു മുമ്പ് ബീഹാറിൽ നടന്നത്. അത് 1 വർഷം എടുക്കുന്ന പ്രോസസ്സായിരുന്നു. ഇത്തവണ നിങ്ങളുടെ 2 മാസം എടുക്കുന്ന പ്രോസസ്സാണ്. എന്താ കാരണം? അതിനും മറുപടിയില്ല. മറുപടിക്ക് വേണ്ടിയല്ല ഇന്നത്തെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്, സംശയങ്ങൾ ദൂരീകരിക്കാനുമല്ല. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ പ്രചരണം തുടങ്ങുന്ന ദിവസം ഞായറാഴ്ചയായിട്ട് കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സകല സന്നാഹവും ഒരുക്കി വന്നത് രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ മറുപടി പറയാനാണ്, രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദിവസം വിനിയോഗിച്ചത്. അവിടെ 1.5 മണിക്കൂർ വിനിയോഗിച്ചത്. വളരെ വിദഗ്ധമായി അതിനെല്ലാം മറുപടി പറയുകയും അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ മോനെ ഒടിഞ്ഞു പോകും എന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ ഇതൊക്കെ തരണമെന്ന് നിങ്ങൾ പറയുന്നു. ഇതേ ആരോപണമല്ലേ BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്? അയാൾക്ക് വേണ്ടേ? ആ ഒരൊറ്റ ഉത്തരത്തിൽ ഈ ആവേശം മുഴുവൻ ഒഴിഞ്ഞുപോയി. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ജാഥയ്ക്ക് ഇത്രയും നല്ലൊരു പബ്ലിസിറ്റി വേറൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ഉദ്ദേശിച്ചത് നടന്നുമില്ല. നിങ്ങൾ കൂടുതൽ എക്സ്പോസ് ആവുകയും ചെയ്തു. പിന്നെ രാഷ്ട്രീയത്തിൽ പറ്റിയാൽ ഈ പണി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അങ്ങ് തിളങ്ങും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നാട്ടുകാർക്കും തോന്നിക്കാണും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ജ്ഞാനേഷ് കുമാർ നിങ്ങൾക്കില്ല. കേരള കേഡറിലെ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ തനി രാഷ്ട്രീയ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ രാഷ്ട്രീയ പ്രസംഗമായും ഒരു വാർത്താ സമ്മേളനമായും രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് എന്റെ അവസ്ഥ. നമ്മൾ ഇന്ത്യയുടെ നേർ കാഴ്ചയാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചത്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ കുറ്റക്കാരാക്കുക, ചോദിക്കുന്നവർ തന്നെ അതിന്റെ തെളിവുമായിട്ട് പോയിട്ട് ഈ സംഭവം തെളിയിക്കണം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പണിയെടുക്കൂലെന്ന്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടത്തിയ സംഭാഷണം മൊത്തം ഹിന്ദിയിലാണ്. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് കേരളം അടങ്ങുന്ന സൗത്ത് ഇന്ത്യക്കാർക്ക് ഇതങ്ങനെ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. സംഘികള്, ഉത്തരേന്ത്യൻ സംഘികൾക്ക് മനസ്സിലായാൽ മതി. ഉത്തരേന്ത്യൻ സംഘികളെ പൊട്ടന്മാരാക്കുക. അതായത് മലയാളികൾ അടങ്ങുന്ന ടീമിന് ഇവര് പറഞ്ഞത് പച്ചക്കള്ളവും പൊട്ടത്തരാന്ന് മനസ്സിലാവും. പക്ഷെ സംഘികളെ എങ്ങനെയും പൊട്ടന്മാരാക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഹിന്ദിയിൽ ഈ സംഭവം നടത്തിയത്. പിന്നെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കത്തിച്ച് കളഞ്ഞു, തെളിവുകളെല്ലാം കത്തിച്ച്. പിന്നെന്തിനാ ഇത് എടുത്തു വെച്ചിനി? പിന്നെന്തിനാണോ നിങ്ങൾ CCTV ഇത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ മുടക്കി CCTVയിൽ ഇതെല്ലാം എടുത്തു വെച്ചിനി? കത്തിച്ചു കളയാനാ? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ട് എന്ന് അറിയുമ്പോൾ അതന്നേരം കത്തിക്കുക. കുറച്ചെങ്കിൽ ഉളുപ്പ് വേണ്ടോ, കുറച്ചെങ്കിൽ ഉളുപ്പ്. എന്നിട്ട് അതിന്റെ നിയമം ഭേദഗതി ചെയ്യുക.
എന്തൊക്കെയാ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നത്. പിന്നെ കള്ളമായി വോട്ടർ പട്ടികയിൽ ആൾക്കാർ കയറിക്കൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ കള്ള വോട്ട് നടന്നെന്ന് ഇവർ സമ്മതിക്കുന്നില്ല. അപ്പൊ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. കള്ളത്തരങ്ങൾ നടന്നു നിങ്ങൾ ഉറപ്പിച്ച്. പക്ഷെ അതിന്റെ തെളിവ് നമ്മൾ കൊണ്ടുപോകണം. സാധാരണക്കാരായ ജനങ്ങളും രാഹുൽ ഗാന്ധി കൊണ്ടുപോകണം. അല്ലാണ്ട് നിങ്ങൾ അതിന്റെ തെളിവിനായി പോവില്ല. അതായത് നിങ്ങളടക്കം തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂലെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നാണക്കേടല്ലേ. ഇതുപോലെ വന്നിരുന്ന് മെഴുകുന്ന കുറെ സംഘികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ് ഇത് സംഘിസമായി ജിമ്മി ജെയിംസ് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞപാട് നേരെ BJP അംഗത്വം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതാണ് നമുക്കറിയാം. എന്നാൽ അംഗത്വം എടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എവിടെ മത്സരിച്ചാലും ജയിപ്പിക്കാൻ വേണ്ടി BJPക്ക് അറിയാം. വോട്ട് കുറഞ്ഞോണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ വിജയിപ്പിക്കേണ്ട എല്ലാ ടെക്നിക്കും സംഘികളെ കയ്യിലുണ്ട്. മാസാക്കാൻ വന്നിരുന്ന് ആസായി പോയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നലെ നടന്നത്. ഇത്രമാത്രം ദയനീയമായി ഇത്രമാത്രം പൊട്ടത്തരം പറഞ്ഞിട്ട് അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കുത്തിയിരുന്ന് പഠിച്ചിട്ട് വന്ന് പറഞ്ഞതാണ്. മാധ്യമ പ്രവർത്തകർ ചോദ്യത്തിന് വരെ മറുപടിയില്ല, ഒന്നിനും മറുപടിയില്ല. പക്ഷെ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ്. കാരണം ഈ സത്യം പുറത്തുകൊണ്ടുവന്ന രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അന്വേഷിച്ച് കണ്ടെത്തിട്ട് രാഹുൽ ഗാന്ധി എന്നാ പിന്നെ രാഹുൽ ഗാന്ധി നിങ്ങളൊന്ന് പ്രധാനമന്ത്രിയാക്കണു, എന്നാ ചങ്ങായി കണ്ടുപിടിച്ചോളൂ. ഇതുപോലെ രാഹുൽ ഗാന്ധി എന്തോ അട്ടിമറിക്കുന്നു പറഞ്ഞു വന്ന് ആകെ തലകുത്തി മറിഞ്ഞ് സ്വന്തം കുണ്ടിക്ക് തന്നെ കൊണ്ട് സംഘികൾക്ക് വേണ്ടി ധീര രക്തസാക്ഷിയാകാനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളെ വിധി. ഈ വീഡിയോ എടുത്തിട്ട് നമ്മളെ ശ്രീജിത്ത് പണിക്കറിന് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. എന്തുണ്ടക്ക് നിന്റെ കുറച്ച് സംഘികളെ പൊട്ടന്മാരായ സംഘികളെ വീണ്ടും പൊട്ടന്മാരാക്കാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു പത്രസമ്മേളനം ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ല. അത്രമാത്രം ദയനീയമാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ജിമ്മി ജെയിംസ് നിങ്ങൾ തകർത്തു, നിങ്ങൾ സംഖ്യയുടെ അണ്ണാക്ക് കയറി തന്നെ കൊടുത്തു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ ഒരു കെട്ട കാലം കഴിഞ്ഞിട്ട് ഒരു നല്ല സുവർണ കാലം, ഇന്ത്യയുടെ സുവർണ കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രത്യാശിക്കാം. കാരണം അതിനുവേണ്ടി ശക്തമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.